ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ചെടികളാണ്. ഇതിനൊക്കെ നമുക്ക് നട്ടു കൊടുക്കണം കേട്ടോ. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. കുറേ ചെടികൾ ഒരുമിച്ച് കിട്ടിയ എൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആട്ടോ. കടയിൽ പോയ അച്ഛയും മോളും തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെന്താ? ഇത് അമ്മയ്ക്കാണോ? ഇത് അമ്മയ്ക്കാണോ? അമ്മയ്ക്കാണോ? താങ്ക് യു ദീമോളി. നമ്മുടെ കൊണ്ടുവന്ന എല്ലാ ചെടിയും ഒറ്റ ട്രിപ്പിന് നട്ടു കൊടുക്കാൻ പറ്റുന്ന തോന്നണില്ല കേട്ടോ. നമുക്ക് ആദ്യം ഇത് നടാം. ഇതിനെ നമ്മുടെ നാട്ടിൽ നിന്ന് മുറി ഉണക്കി നാട്ടോ പറയാം. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് താഴെ വളരണതാണ്. വീട്ടിലിത് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്രമാത്രം പിടിക്കുന്നത് നമുക്കറിയില്ല. ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇല ആയതുകൊണ്ട് ഞാൻ ഈ ചട്ടിയിൽ വെക്കാൻ നാട്ടോ വിചാരിച്ചത്. അതിങ്ങനെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ജസ്റ്റ് നട്ടു നനച്ചു കൊടുത്തു കേട്ടോ. എന്തായാലും ഇതൊരാഴ്ച ഷെയ്ഡിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഞാൻ ആ മൂലക്കിലേക്ക് മാറ്റി ഒരു കോർണറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഇറച്ചിപ്പൂ നാട്ടെ. ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല. ഇതിലൊരു റോസ് കളറിൽ ഇങ്ങനെ ബഞ്ചായിട്ടൊരു പൂവ് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ ഒരുപാട് നീളം കൂടിയ ചെടികളൊക്കെ നടില്ലേ, ഞാനിപ്പോൾ ചെരിച്ചിട്ടാണ് നടുക. അപ്പോൾ അതങ്ങനെ ഒരുപാട് പൊക്കത്തിൽ പൊങ്ങി നിൽക്കില്ലല്ലോ. ഇത് എൻ്റെ ഒരു ട്രിക്കാണ്. ഞാൻ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊരു 3 വെറൈറ്റി ചെത്തിയും 2 വെറൈറ്റി മൊസോണ്ടയും കൂടെ നടാനുണ്ട്. അതിൻ്റെ വീഡിയോസ് വന്ന ദിവസം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.